നമസ്കാരം കൂട്ടുകാരെ. ചെറുപയർ പിളർത്തിയെടുത്ത് നെയ്യ് ചേർത്ത പരിപ്പ് കറി. ചെറുപയർ ഒരു ചട്ടിയില് ചെറിയ ചൂടില് 2 മിനിറ്റ് വറുത്തെടുക്കണം. ആ പയറ് മിക്സിയിൽ അധികം പൊടിയാതെ നിർത്തി 2 തവണ അടിച്ച് പിളർത്തിയെടുക്കണം. പിളർത്തിയ പയറ് നന്നായി കഴുകി ഒരു മൺകലത്തിൽ കുറച്ച് ചുമന്നുള്ളിയും ആവശ്യത്തിന് കല്ലുപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാനായി വെക്കണം. സമയം ലാഭിക്കാനായി ഒരു പ്രഷർ കുക്കറിൽ 2 വിസിലിൽ ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ പറ്റും. പരിപ്പിന്റെ അരപ്പിനായി ഒരു തേങ്ങാ തിരിങ്ങി, കുറച്ച് വെളുത്തുള്ളിയും ലേശം ജീരകവും ചേർത്ത് നല്ല മഷിപ്പരുവത്തിൽ അരച്ച് എടുക്കണം. പരിപ്പ് നന്നായി വെന്തുടഞ്ഞു വരുന്ന പരുവത്തിൽ നിങ്ങളുടെ എരിവിന് ആനുപാതികമായി കുറച്ച് പച്ചമുളകും ചേർത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തരച്ച അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പരിപ്പിന്റെ അരപ്പ് ചേർത്തതിനു ശേഷം തുടരെ ഇളക്കി അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കറി കുറുകി വരുന്ന നേരം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി തീ അണയ്ക്കുന്നതിന് മുന്നേ കുറച്ച് നാടൻ പശുവിന്റെ നെയ്യ് തൂവി വാങ്ങി വെക്കാം. സദ്യയിലെ കറികളിൽ അവിയലിനും പരിപ്പിനുമാണ് കടുക് താളിക്കാത്തത്. ഈ പരിപ്പ് കറി തീർച്ചയായും ഉണ്ടാക്കി കഴിക്കണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.